ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നിരവധി സൂപ്പർ താരങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ് ഇന്നത്തെ റയൽ മാഡ്രിഡ് ടീം. എന്നാൽ ഹൈപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ സീസണിൽ ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരുപാട് ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു. സാബി അലോൺസോക്ക് കീഴിലും ഒരു വലിയ തോൽവി അവർക്ക് PSG ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇതോടുകൂടി റയലിൻ്റെ പ്രശ്നങ്ങൾ മറ നീക്കി പുറത്തേക്ക് വരികയും ചെയ്തു. സ്പാനിഷ് മാധ്യമങ്ങൾ എല്ലാവരും അത് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയർ, എംബപ്പെ എന്നിവർക്കാണ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. രണ്ടു പേർക്കും ടീമിനോട് വലിയ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല എന്ന വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമായി വരികയാണ്. ഏതായാലും റയലിൻ്റെ ലെജൻഡായ ഗാരത്ത് ബെയ്ൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് വിനീഷ്യസിനെയും എംബപ്പയെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാബിക്ക് കഴിയും എന്നാണ് ബെയ്ൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അഥവാ ആരെങ്കിലും ടീമിനോട് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ അവരെ എടുത്തു പുറത്തിടാൻ സാബി അലോൺസോക്ക് യാതൊരുവിധ മടിയും ഉണ്ടാവില്ല എന്ന മുന്നറിയിപ്പും ബെയ്ൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും എംബപ്പെ, വിനീഷ്യസ് തുടങ്ങിയ സ്റ്റാറുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാബിക്ക് സാധിക്കും. ബയർ ലെവർക്യൂസനിൽ അദ്ദേഹം അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ താരങ്ങളാണ് ഇവിടെയുള്ളത്. തീർച്ചയായും താരങ്ങളുടെ ബഹുമാനം ഈ ഒരു പരിശീലകനുണ്ട്. അവർ ഈ പരിശീലകന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൃത്യമായ ഒരു ശൈലി ടീമിനുണ്ടാകും. ആരെങ്കിലും ആത്മാർത്ഥത കുറവ് കാണിച്ചാൽ സാബിക്ക് അവരെ എടുത്തു പുറത്തിടാൻ ഒരു മടിയും ഉണ്ടാവില്ല. ഇതാണ് ബെയ്ൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് തന്നെയാണ് സാബി നടപ്പിലാക്കേണ്ടതും. ഒരു ടീമായി കൊണ്ട് കളിക്കുന്നതിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിട്ടുണ്ട്. ചില താരങ്ങൾക്ക് ആ ഒരു തലക്കനമുണ്ട്, അത് മാറ്റേണ്ടതുണ്ട്. ഒരു ടീമായി കൊണ്ട് കളിക്കേണ്ടതുണ്ട്. അങ്ങനെ ടീമായി കൊണ്ട് കളിക്കാൻ വിസമ്മതിക്കുന്ന താരങ്ങളെ പുറത്തിരുത്തിയാൽ മാത്രമാണ് റയലിന് ഇനി മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.